ഹായ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു അവരുടെ വീട്ടിൽ കുറേ പുളി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുളി പറിക്കാൻ വരണ്ടാന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ പുളി പറിക്കാൻ പോയാലോ? അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് വണ്ടിയൊന്നുമില്ല, ഞാൻ നടന്നാ പോണേ. കുറച്ച് പോകണം, അങ്ങോട്ട് അധികം പോകണം, കുറച്ച് പുഴയൊക്കെ കടന്ന് അപ്പുറത്ത് പോകണം. അപ്പോൾ നമുക്ക് പുളി പറിക്കാൻ പോയാലോ? അപ്പോൾ അതേ നമ്മളില്ലേ നടന്ന് നമ്മുടെ ജെട്ടിയിലോട്ട് എത്താറായി. നമ്മൾ ചൂണ്ടിടാൻ പോയില്ല അന്ന്, ആ സെയിം സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇത് വേറൊരു ഏരിയയിലോട്ടാണ് പോണത്. ഞാൻ കാണിച്ചു തരാം. അവിടെ ചെല്ലുമ്പോഴത്തേക്കും നല്ല അടിപൊളി കാഴ്ചകളുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്കപ്പോൾ അത് പുളിയും പറിക്കാം, ആ കൂട്ടത്തിൽ അതും കാണും. അപ്പം ഞാനേ വഞ്ചിയിൽ കയറാനുള്ള ഒരു പത്രപ്പള്ള എന്താ വെച്ചാൽ വെള്ളം കയറിയിട്ട് ആകെ ചീഞ്ഞിടക്കണേ വരമ്പൊക്കെ നോക്കി നടന്നില്ലെങ്കിൽ തലയിൽ കുത്തി വീഴും. അപ്പോൾ അതെ ഞാൻ വഞ്ചിയുടെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞ് വഞ്ചി കയറി ഞങ്ങൾക്ക് വഞ്ചി വലിച്ച് പോകാം. എന്തായാലും ഈ പ്രാവശ്യം വഞ്ചി വലിച്ചതൊന്നും വീഡിയോ എടുക്കാനായിട്ട് വേറെ ആളും എനിക്കില്ല, ഞാൻ ഒറ്റയ്ക്കാണ് നിന്ന്. അപ്പോൾ വഞ്ചി വലിക്കുന്നത് ഇത്തിരി പാടുള്ള പണിയാണ്. അപ്പോൾ അത് കാരണം ഇതുണ്ട ഇവിടെയൊക്കെ ആകെ വഞ്ചി വേണ്ട. ഞാൻ വഞ്ചിയിൽ കയറിയിരുന്നു, തുഴയെടുത്ത് ഞാൻ വലിക്കാൻ പോവാണ് നമ്മുടെ പുളി പറിക്കാൻ വേണ്ടി. വേണ്ട വഞ്ചി വലിച്ച് ഞാൻ പുഴയുടെ നടക്കുമെന്ന് ഇറങ്ങണ്ട. അപ്പതേ ഞാൻ വലിച്ചത് ഇവിടെ എത്തി. വേണ്ട നമ്മുടെ വഞ്ചി ഇവിടെ കെട്ടിയിട്ട് നമുക്ക് പുളി എവിടെ നോക്കാം. കണ്ട ഈ പുളിയിൽ നിറയെ ഇല്ലാണ്, കുഞ്ഞി പുളി, പൊക്കമില്ല അധികം. അതെ കാണിച്ചു കേട്ടോ. കണ്ട പുളി ഉണ്ടായാൽ കണ്ട കണ്ടാ കൈ എത്തിച്ചറിയ കണ്ട ഡേ കണ്ടാ. എന്തായാലും തൊട്ടല്ലേ കുറച്ച് തിന്നാ, കുറച്ച് കഴിച്ചാലോ. അതെ ഇത് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ നല്ല കാഴ്ചയൊക്കെ കാണാമെന്ന്. അല്ല അതിൻ്റെ അതൊരു കണ്ടൽക്കാടാണ് അത് മുഴുവനും. ഇപ്പോൾ വഞ്ചി ഇല്ല, വഞ്ചി അല്ലെങ്കിൽ വഞ്ചി കളിച്ച് എനിക്ക് വയ്യ, വെയിലാണ്. അപ്പോൾ നമുക്ക് വഞ്ചി കളിച്ച് പോകാൻ പറ്റില്ല. അല്ല അതിൻ്റെ അകത്ത് കണ്ടൽക്കാടാണ്, അതിൻ്റെ അകത്ത് കയറിയൊക്കെ ഇരിക്കാം. അല്ല അപ്പോൾ അതേ നമ്മുടെ ഐറ്റമായ പുളി ഇതില്ല പറിച്ച് ഞാൻ സെറ്റാക്കി വെച്ചേക്കണേ. ഉപ്പും മുളക് പൊടിയും കൂടി സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പുളി എടുക്കുക, മിക്സ് ചെയ്യുക. ഞാൻ വെളിച്ചെണ്ണ ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ ഉപ്പും മുളക് പൊടിയും മാത്രമേ ഉള്ളൂ. അല്ല അപ്പം നമുക്കില്ലേ അല്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല എരിവുണ്ട് കേട്ടോ മുളക് പൊടിക്ക്. ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി കാഴ്ചയൊക്കെ കാണാമെന്ന്. വേണ്ട ഇതല്ല കേട്ടോ, ഇതിൻ്റെ പുറകെ ഉണങ്ങി ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം, നല്ല സ്ഥലം കാണിച്ചു തരാം. പക്ഷെ കണ്ട ഞാൻ വെള്ളിച്ചെണ്ണയൊക്കെ സെറ്റ് ചെയ്ത് എന്നെ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകണത്. എന്താ വെള്ളിച്ചെണ്ണ സെറ്റ് ചെയ്ത് നമുക്ക് എത്തേണ്ടതില്ലേ ആ ഒരു ഗുഹ പോലെ കണ്ട അവിടെ എത്തണം. അതെ അപ്പം നമ്മൾ ആ ഗുഹയിലോട്ട് എത്തിക്കഴിഞ്ഞു. കണ്ട കുറേ കിളികളൊക്കെ കണ്ടേ, ഇപ്പോൾ കാക്കിയാണ് തരണം. അതെ ഇപ്പോൾ നമുക്കിതേ വെള്ളിച്ച കയറാനുള്ള പടിയുണ്ടോ, അവിടെ ഒന്ന് അടുപ്പിക്ക്. ആഹാ എന്താ ഒരു സുഖം എൻ്റെ അമ്മോ.
ഇത്ര പൊരി വെയിലത്ത് നിങ്ങൾ ഇങ്ങനെ തണുപ്പ് കണ്ട, നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട. ഇത് നമുക്കിവിടെ ബോട്ടിങ്ങൊക്കെ നടത്തുന്നുണ്ടേ. അപ്പോൾ അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് അടുപ്പിച്ച് നമ്മുടെ ആളുകൾ കയറാൻ വേണ്ടി, അവർക്ക് കയറാനായിട്ടുള്ള ഒരു സൗകര്യത്തിനാണ് കണ്ട, ഇങ്ങനെ നടന്ന് കയറാനുള്ള സൗകര്യത്തിന് ഇതാക്കിയിട്ടാണ്. നമുക്കില്ലേ, നമുക്ക് കയറാം. അപ്പോൾ അത് ഞാൻ കയറാൻ പോവാട്ടോ. എൻ്റെ ഫോണും പിടിച്ചിട്ടാണ് പോണത്. ഇല്ല വലിച്ച ഫോണ് ഞാൻ പിടിച്ചിട്ടുണ്ട്. വലിച്ച പറയും കേട്ടോ, ആ ഫോണ് വെള്ളത്തിൽ കളയാൻ വേണ്ടിയുള്ള കയറ്റമെന്ന് വേണ്ട. ഈശ്വര, ഒന്നല്ലെങ്കിൽ താഴെ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കയറി ഇരിക്കണുണ്ടാവും. ഇപ്പം എനിക്കാണെങ്കിൽ ഇരിക്കാനായിട്ടൊരു സ്ഥലം കിട്ടിയിട്ടില്ല. കാണതേ വേണ്ട, കയറി നോക്കി. മരം എന്നെ ചതിക്കില്ല. അയ്യോ കണ്ട, ഞാനവിടെ ഇരിക്കണേ നോക്കി. കണ്ടാ, ഞാനങ്ങ് ഏറ്റവും വെള്ളത്തിതേ വെള്ളത്തിൻ്റെ കാഴ്ചയായിട്ടോ. അതെ താഴെ കിടക്ക, ഞാനിവിടെ വെള്ളം. ഇന്ന് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ. ഈ ശരിയല്ലോ, എന്തായാലും കയറി വിഷമിച്ച്. എൻ്റെ പൊന്നോ, വെളിച്ചനോടെ താഴെ ഇരിപ്പുണ്ട്, ഞാൻ അവിടെ മരത്തിൻ്റെ വെള്ളവും കണ്ട. ഇതിങ്ങനെ ഇത് കുറേ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ മരമൊക്കെ കയറി. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണേ. മിസ് ചെയ്യരുത്. കാണാൻ പറ്റുന്ന ആൾക്കാർ വന്ന് ഇതൊന്ന് കാണാൻ ശ്രമിക്കണേ. എന്തായാലും മരത്തിൻ്റെ പുറത്തൊക്കെ പഠിച്ച് കയറി ആ ഒരു ദൗത്യം കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തൊരു വെളിച്ചം പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്തൊരു നല്ലൊരു ഇതുണ്ട്, അവിടെ കുറേ കിളികളും അതും ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് മഞ്ച് വലിച്ച് അപ്പുറത്തേക്ക് പോകാം. ഞാനല്ല, വെള്ളിച്ചൻ. അപ്പോൾ എല്ലാവരും കണ്ടോട്ടാ, നിറച്ച് വവ്വാലാണ് ഇതിൻ്റെ അകത്ത്, വവ്വാലും നീർക്ക. ഇത് കണ്ട, ഇതേ ഒരാൾ പറഞ്ഞു കൊണ്ടില്ലേ, അവൻ എസ്കേപ്പ് ആയി. ഇതേ പോണേ ഓരോക്കാർ പോണേയുള്ള മനസ്സിലായിട്ട് അവന്മാരുടെ സംഗീതത്തിലോട്ട് ആരോ വരുന്നുണ്ട്. അവന്മാർക്ക് മനസ്സിലായി, അവന്മാരുടെ ആ കോട്ടയിലോട്ട് ആരോ വരുന്നുണ്ട്. അപ്പോൾ അതേ നമ്മളവിടെ നിന്ന് പോവുകയാണ്. എന്നാ ഞാൻ പറഞ്ഞില്ലേ ബോട്ടൊക്കെ ഉണ്ടാവുമെന്ന്. ഒരു ബോട്ട് വന്നു കഴിഞ്ഞ് നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടെ തന്നെ ഒന്ന് അവസാനിപ്പിച്ചപ്പോൾ വെള്ളിച്ചനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോലും എന്തായാലും നടക്കില്ല, ആ വെള്ളിച്ചനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.